നമസ്കാരം. ഇന്ന് ലോക റേഡിയോ ദിനം. അറിയിപ്പിൻ്റെ, ആഘോഷത്തിൻ്റെ, അറിവിൻ്റെ ഒരു നൂറ്റാണ്ട്. മാറുന്ന കാലത്ത് റേഡിയോയുടെ പ്രസക്തി ഏറുകയാണ്. മലയാളിക്ക് ഇന്നും ഗൃഹാതുരത്വം നൽകുന്ന ഓർമ്മയാണ് റേഡിയോ. ദൈനംദിന ജീവിതത്തിൽ റേഡിയോ ഇല്ലാത്ത ഒരു ദിവസത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത മലയാളികൾ ഇന്ന് ആ കാലത്തിൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നുണ്ട്. എന്നാലും മാറുന്ന ജീവിതത്തിൽ റേഡിയോ നൽകിയ ശ്രവ്യാനുഭവം ഇന്നും ഓരോ മലയാളിയിലും ഗൃഹാതുരത ഉണർത്തുന്നു. നാടകം, പാട്ട്, സിനിമാ വിശേഷങ്ങൾ, വാർത്തകൾ അങ്ങനെ വ്യത്യസ്ത ഭാവത്തിലും താളത്തിലുമായി ശ്രോതാക്കളുടെ അകത്തളങ്ങളിൽ പടർന്നു പിടിച്ച ശ്രവ്യാനുഭവം ഒരു തലമുറയ്ക്ക് അറിവും വിനോദവും ഒരുപോലെ നൽകി പകലും രാത്രിയും കടന്നുപോയ ഘടികാരതുല്യമായ സംവേദനം. അതിവേഗം വളരുന്ന പുത്തൻ മാധ്യമ ലോകത്ത് റേഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എങ്ങനെയായിരുന്നു കഴിഞ്ഞുപോയ തലമുറയുടെ അറിവ് നേടലും വിനോദവും വാർത്ത അറിഞ്ഞതുമൊക്കെ എന്ന്. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഇതിന്റെ ആദരസൂചകമായാണ് റേഡിയോ ദിനം ആചരിക്കുന്നത്. ചായക്കടകളിലും ബസ് സ്റ്റോപ്പിലും വാർത്താപ്പെട്ടിക്ക് മുന്നിലിരുന്ന് നടത്തിയ അന്തിച്ചർച്ചകൾ ഏതൊരു മലയാളിയുടെയും മനസ്സിൽ ഇന്നും മായാതെ കിടക്കുന്നു. ചീറിപ്പായുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കാനുള്ള ഊർജം ഇന്നും റേഡിയോയ്ക്കുണ്ട്. പുത്തൻ കാലത്ത് ആധുനിക സാങ്കേതിക വിദ്യകളുമായി FM റേഡിയോയും ഓൺലൈൻ റേഡിയോയും വിഷ്വൽ റേഡിയോയും ഒക്കെയായി റേഡിയോ മാറ്റത്തിൻ്റെ പാതയിലാണ്. റേഡിയോയുടെ രൂപവും ഭാവവും മാറി. എങ്കിലും റേഡിയോ നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമ്മളിൽ ഒരാളായി. പ്രവാസി ഭാരതിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ദിനാശംസകൾ.